ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. നമ്മുടെ കേരള ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ പല്ലവിയെ കൊണ്ട് ഒപ്പിടിയിപ്പിക്കാനായിട്ട് SI സാറ് തുടങ്ങുകയല്ല, മറ്റൊരു പോലീസുകാരൻ അതുവഴി അങ്ങോട്ടേക്ക് വരുമായിരുന്നു. അപ്പോൾ അദ്ദേഹം ഓടിക്കയറി വന്നു. ആ ഒരു ബോഡിയെ പറ്റിയുള്ള ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട് എന്ന് പറഞ്ഞു. ആ ബോഡി അത് ഇന്ദ്രജിത്തിൻ്റെതല്ല എന്ന് പറയുക. അത് കേട്ടപ്പോഴേക്കും ഞെട്ടി. ആ മേഡത്തിന് ഒത്തിരി സന്തോഷമായിട്ടോ. അതുപോലെ തന്നെ നമ്മുടെ പല്ലവി അന്തം വിട്ടിങ്ങനെ നിൽക്കുക. മേഡം ആണെങ്കിൽ ആ ഫയലും കാര്യങ്ങളും എല്ലാം ഇങ്ങനെ വായിച്ച് നോക്കുവാണ്. അപ്പോൾ അത് മിനിഞ്ഞാന്ന് രാത്രി ചാടി ഒരാളുടെ മൃതദേഹമാണെന്നും മരണം നടന്നത് ഇന്നലെ രാവിലെയാണ് എന്ന കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറയുവാണ്. അപ്പോൾ ഇത് കേട്ടപ്പോൾ പൊയ്ക്കോ പല്ലവി പൊയ്ക്കോളാൻ പറഞ്ഞു. ഇനി പല്ലവിയെ പോലീസ് സ്റ്റേഷനിൽ നിർത്തില്ല കേട്ടോ എന്ന് മേഡം പറയുവാണ് പല്ലവിയോടെ. എടോ, സേതുവിനെ ഒന്നിങ്ങോട്ട് വിളിപ്പിക്കാൻ പറഞ്ഞു. അങ്ങനെ സേതുവിനെ വിളിച്ചുകൊണ്ട് വന്നു. അപ്പോൾ നിങ്ങളുടെ കൂട്ടുകാരി ഇപ്പോൾ ഒരു കേസിലും പ്രതിയല്ല കേട്ടോ എന്നിങ്ങനെ പല്ലവി പറ്റിയ മേഡം പറയുക. ഇത് കേട്ട് ഇവർ അന്തം വിട്ട് നിൽക്കുക കേട്ടോ. കൊണ്ടുപോയിക്കോ, ഇവളെ എവിടെയാണെന്ന് വെച്ചാ എന്ന് മേഡം ഇങ്ങനെ പറഞ്ഞപ്പോൾ ഭയങ്കര സന്തോഷമായി സേതുവിനും അച്ഛനും. ഇനി പല്ലവിയെ തൊടാൻ ഒരു നിയമവും വരില്ല എന്ന് നമ്മുടെ മേഡം പറഞ്ഞു. മേഡം എങ്ങനെ നന്ദി പറയണമെന്ന് അറിയില്ല എന്ന് പറഞ്ഞപ്പം അയ്യോ, നന്ദിയൊന്നും പറയണ്ട, സത്യം ജയിച്ചു, അത്രയേ ഉള്ളൂ, തൽക്കാലം നിങ്ങൾ അത്രയും മനസ്സിലാക്കിയാൽ മതിയെന്ന് മേഡം പറഞ്ഞു. അങ്ങനെ പല്ലവിയും കൂട്ടി അവരവിടെ നിന്ന് പോകുക. എന്തായാലും നന്നായി റെസ്റ്റൊക്കെ എടുക്കുക കേട്ടോ, ഈ ക്ഷീണമൊക്കെ ഒന്ന് മാറട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ അതും പറഞ്ഞ് പല്ലവിയെ മേഡം പറഞ്ഞു വിടുക. അങ്ങനെ അവരങ്ങ് പോയി. ഈ സമയത്ത് സേതുവിൻ്റെ കൂടെ പോകാനായിട്ട് പല്ലവി ഇറങ്ങി നിൽക്കുമ്പോൾ അച്ഛൻ മകളെ യാത്രയാക്കുക, മോള് പോയിട്ട് വരാൻ പറഞ്ഞ്. അങ്ങനെ അവർ രണ്ടുപേരും പോയി. അച്ഛൻ വീട്ടിലേക്കും പോയി. ഈ സമയത്താണെങ്കിൽ അവിടെ ഇന്ദ്രൻ്റെ വീട്ടിൽ ബോഡി ഇപ്പോൾ കൊണ്ടുവരും എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക. അപ്പോൾ ഫോർമാലിറ്റീസൊക്കെ കഴിയണ്ടേ, അത് കഴിയുമ്പോൾ ബോഡി ഇപ്പോൾ കൊണ്ടുവരുമെന്നും പറഞ്ഞ് വിശ്വൻ എല്ലാവരോടും പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഇങ്ങനെ കരഞ്ഞ് വിളിച്ച് നമ്മുടെ രാജലക്ഷ്മി ഇങ്ങനെ അവിടെ ഇരിക്കുവാണ്. അപ്പോൾ രാജലക്ഷ്മി അവിടെ അങ്ങനെ ഇരിക്കുന്നു. ഈ സമയത്താണെന്നുണ്ടെങ്കിൽ അവിടേക്ക് ഒരു ഫോൺ കോൾ വരുന്നു. വിശ്വൻ ആ കോള് പോയി എടുത്തു. ആ സമയത്ത് അത് ഇന്ദ്രൻ്റെ ബോഡി അല്ല എന്നുള്ള കാര്യം പറഞ്ഞുകൊണ്ട് പോലീസുകാർ വിളിച്ചതാണ്. അപ്പോഴേക്കും മകൻ ഫോൺ കട്ട് ചെയ്തിട്ട് അമ്മയ്ക്കരികിലേക്ക് ഓടി ചെന്നിട്ട് അമ്മേ, അത് ഇന്ദ്രേട്ടൻ്റെ ബോഡി അല്ലമ്മേ, ഇന്ദ്രേട്ടൻ മരിച്ചിട്ടില്ലെന്ന് പറഞ്ഞു. എൻ്റെ ഈശ്വര, നീ എൻ്റെ പ്രാർത്ഥന കേട്ടല്ലോ, എൻ്റെ മോനെ നീ എനിക്ക് തിരിച്ചു തന്നല്ലോ എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര വിളിയും പ്രാർത്ഥനയും. ഈ സമയത്ത് കിടന്ന് ഭ്രാന്ത് കാണിക്കുവാണ് രാജലക്ഷ്മി. അന്നേരത്തേക്കും പെട്ടെന്ന് തന്നെ അവിടെ വെച്ചിരുന്ന വാഴയില എടുത്ത് കളഞ്ഞു, അതുപോലെ മാല വെച്ചിരുന്ന അതെടുത്ത് കളഞ്ഞു, ഫോട്ടോ എടുത്ത് ഉമ്മ കൊടുക്കുന്നു. എൻ്റെ മോൻ അങ്ങനെയൊന്നും പോവില്ലടാ, എനിക്കറിയാം. അതെ, എല്ലാവരും കേട്ടോ, എൻ്റെ മോൻ മരിച്ചിട്ടില്ല, അവൻ തിരിച്ചു വരും. അമ്മേ, എൻ്റെ മോൻ മരിച്ചിട്ടില്ല അമ്മ എന്നും പറഞ്ഞുകൊണ്ട് അവിടെ കിടന്ന് ഇങ്ങനെ വെപ്രാളം കൂട്ടും. ഇതും ഈ ഫോട്ടോയും കെട്ടിപ്പിടിച്ച്. അപ്പോഴേക്കും വിശ്വൻ ചോദിച്ചു, അമ്മ എന്തൊക്കെയാണ് കാണിക്കുന്നത്, ഈ സമയത്ത് ഇങ്ങനെയൊക്കെയാണോ പറയേണ്ടതെന്ന് ചോദിച്ചു. അപ്പോൾ പല്ലവിയെ കൊല്ലുമെന്നാണ് പറഞ്ഞത്, പിന്നെ ഞാൻ എന്താണ് പറയേണ്ടതെന്ന് ചോദിച്ചു. അവൾ ഒറ്റയൊരുത്തി ഇതിനൊക്കെ കാരണം സ്വന്തം മകൻ മരിച്ചു എന്ന് വിശ്വസിച്ച് അവൻ്റെ മൃതദേഹം വരാൻ വേണ്ടി കാത്തിരുന്ന ഒരു അമ്മയല്ലേടാ ഞാനെന്ന് രാജലക്ഷ്മി ചോദിക്കുക. അതിൻ്റെ ഒരു നീറ്റത് എന്താണെന്ന് എനിക്ക് അറിയുമെന്നും പറഞ്ഞ് ഭയങ്കര കരച്ചിൽ. കുറേ മണിക്കൂറുകളായിട്ട് ഞാൻ സഹിക്കുക. പറയടാ, ആരാടാ അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാക്കിയത്? അവളല്ലേ അവസ്ഥ ഉണ്ടാക്കിയതാ. അപ്പോൾ അവൾ നശിച്ചു കാണാൻ ഞാൻ ആഗ്രഹിക്കുന്നത് തെറ്റാണെന്ന് ചോദിച്ചു. ആണോ അമ്മേ, അവൾ നശിക്കുന്നത് ഞാൻ കാണാൻ ആഗ്രഹിച്ച തെറ്റാണോ അമ്മേ എന്ന് ചോദിച്ചുകൊണ്ട് നേരെ അച്ഛമ്മയുടെ അടുത്തേക്കും ചെല്ലുക. കിടന്നു എന്തൊക്കെയോ കാണിച്ചു കൂട്ടുക. രാജലക്ഷ്മി അത്രയ്ക്ക് വലിയ പാപമൊന്നും ചെയ്തിട്ടില്ലടാ, അതുകൊണ്ടാ ഇപ്പം സത്യം പുറത്തു വന്നു എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ഇതായിട്ട് ഇങ്ങനെ പറയുവാണ്. എന്നിട്ട് മോൻ്റെ ഫോട്ടോ എടുത്ത് കുറേ ഉമ്മയൊക്കെ കൊടുത്തു. എൻ്റെ മോൻ തിരിച്ചു വരും എന്ന് പറഞ്ഞൊരു ഒറ്റ പോക്കാണ് പോയത്. ആ പോക്ക് എങ്ങോട്ടാണെന്ന് അവിടെ നിന്നവർക്ക് പോലും മനസ്സിലായില്ല. അത് കഴിഞ്ഞ് പിന്നെ ബീച്ച് പരിസരങ്ങളും കാര്യങ്ങളൊക്കെ കാണിക്കുന്നത്. അവിടെ നമ്മുടെ ഇന്ദ്രനും കൂട്ടുകാരും കൂടി ഇങ്ങനെ കറങ്ങി നടക്കുക കേട്ടോ. അപ്പോൾ ഇന്ദ്രനെ കാണാനായിട്ട് കൂട്ടുകാർ വന്നു, എവിടെയോ പോകാനായിട്ട്. അപ്പോൾ ഇന്ദ്രൻ പറഞ്ഞു, ഞാൻ വരുന്നില്ല, ചില കാര്യങ്ങളൊക്കെ ഉണ്ട്, നിങ്ങൾ പോയിട്ട് വരാൻ പറഞ്ഞു. അങ്ങനെ മീൻ പിടിക്കാനായിട്ട് കൂട്ടുകാരങ്ങ് പോയി. ഈ സമയത്ത് ഇന്ദ്രൻ്റെ ഫോണിലേക്ക് കോള് വരിക. അപ്പോൾ നിഖില വിളിച്ചത്. നിഖിലെ, എന്തെങ്കിലും ഗുഡ് ന്യൂസ് ഉണ്ടോ എന്ന് ചോദിച്ചപ്പം ഗുഡ് ന്യൂസ് അല്ല, ബാഡ് ന്യൂസ് ആണെന്ന് പറഞ്ഞു. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നു, കണ്ടെത്തിയത് നിന്റെ ബോഡി അല്ല എന്ന് തെളിഞ്ഞു എന്ന കാര്യം പറയുമ്പോൾ ഇന്ദ്രൻ ചിരിക്കുക. എടാ, അത് അങ്ങനെയല്ലേടാ തെളിയത്തുള്ളൂ, അങ്ങനെയല്ലേ അത് തെളിയാവൂ എന്ന് ഇന്ദ്രൻ ചോദിക്കുക കേട്ടോ. എടാ മണ്ട, മരിച്ചത് ഞാനല്ലെങ്കിൽ പിന്നെ എങ്ങനെയാടാ അത് എൻ്റെ ബോഡി ആകുന്നത് എന്ന് ചോദിക്കുവാണ് ഇന്ദ്രൻ. ആ വകതിരിവൊക്കെ എനിക്കുണ്ടടാ എന്ന് ഇന്ദ്രൻ നിഖിലിനോട് പറയാം. അപ്പം നീ എന്നോട് ചോദിക്കും, പിന്നെ എന്തിന് ഞാൻ ഇങ്ങനെ ഒരു കഥയുണ്ടാക്കി എന്ന്. അതിന് വ്യക്തമായ കാരണമുണ്ടോ, അവളെ ഒന്ന് പേടിപ്പിക്കാൻ വേണ്ടി മാത്രമാടാ. എന്നെ ഉപേക്ഷിച്ച് ഒരു പന്തല് പണിക്കാരൻ്റെ കൂടെ ഇറങ്ങിപ്പോയ അവളുടെ മനസമാധാനം കളയാൻ വേണ്ടിയിട്ടാണെന്ന് പറഞ്ഞു. എനിക്ക് ഇത്രയും മതിയായിരുന്നു, അത് ഞാൻ ചെയ്തു. നീ കണ്ടോ, കണ്ടെത്തിയ ബോഡി എൻ്റെ അല്ലെന്നേ തെളിഞ്ഞിട്ടുള്ളൂ. വെള്ളത്തിൽ പോയ എന്നെ ഇതുവരെ കണ്ടെത്തിയിട്ടില്ല. എന്താ, ശരിയല്ലേ എന്ന് ചോദിച്ചു. അത് കണ്ടുപിടിക്കുന്നത് വരെ ഞാൻ ഇങ്ങനെ മറയത്ത് തന്നെ ഇരിക്കുമെന്നും ഇന്ദ്രൻ നിഖിലിനോട് പറയുക. ജീവിച്ചിരിപ്പുണ്ടോ, മരിച്ചോ ജീവിച്ചിരിപ്പുണ്ടോ, ഇത് കണ്ടുപിടിക്കണം, കൺഫ്യൂഷൻ അടിക്കണം. എല്ലാത്തിനെയും ഒറ്റ അടിക്ക് കൊല്ലുന്നതിൽ ഒരു സുഖമില്ലടാ, ഇഞ്ചിഞ്ചായിട്ട് കൊല്ലണം. അതാ ഞാൻ ഉദ്ദേശിക്കുന്നത്, അതാ ഞാൻ ചെയ്യുന്നത്.
അവൾ നിന്ന് കരയുന്നത്, അവൾ കിടന്ന് പൊളയുന്നത്, നീറുന്നതൊക്കെ കണ്ട് എനിക്ക് ആസ്വദിക്കണം, കുറച്ച് കാലം കൂടി ആസ്വദിക്കണമെന്നൊക്കെ പറയും ഇന്ദ്രൻ നിഖിലിനോട്. ഓക്കേടാ ബായും പറഞ്ഞ് ഫോൺ കട്ട് ചെയ്തു. ഇന്ദ്രൻ എന്നിട്ട് അവിടെ ഇങ്ങനെ നിൽക്കുക. ഈ സമയത്ത് സേതുവും അതുപോലെ തന്നെ പല്ലവിയും കൂടെ വീട്ടിലേക്ക് വരുന്നു. അപ്പോൾ ഹരി അവിടെ ഇരിപ്പുണ്ടായിരുന്നു. ഇവരെ കണ്ടപ്പോഴേക്ക് ഹരി ഓടി ഇറങ്ങി ചെന്നു. അങ്ങനെ അവർ രണ്ടുപേരും കയറി ചെന്ന് കഴിഞ്ഞപ്പോൾ ബാക്കിയുള്ള ഉണ്ണിക്കുട്ടനും മിത്തുവേട്ടനും എല്ലാവരും ഇറങ്ങി വന്നു. ഞങ്ങൾക്ക് അപ്പോഴേ ഉറപ്പുണ്ടായിരുന്നു പല്ലവി അങ്ങനെയൊന്നും ചെയ്തിട്ടുണ്ടാവില്ല എന്നും പറഞ്ഞുകൊണ്ട് മിത്തുവേട്ടൻ അന്നേരം പറയാം, നാറ്റിക്കാവുന്നതിൻ്റെ പരമാവധി നാറ്റിച്ചു, വാർത്തയായിട്ടും അല്ലാതെയും ഒക്കെ, അതൊഴിച്ചാൽ വേറെ പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നും ഇല്ല എന്ന് പറഞ്ഞു. അപ്പം നേരെ നിങ്ങൾ എങ്ങോട്ടാണോ വന്നത് എന്ന് ഹരി ചോദിച്ചപ്പം അതെ, വീട്ടിലേക്ക് ചെല്ലാൻ ഒരു മടി പല്ലവിക്ക് എന്ന് പറയുകയാണ് നമ്മുടെ സേതു. അപ്പോൾ അവിടെയുള്ളവരുടെ പ്രതികരണമൊക്കെ എന്താകുമെന്നൊന്നും അറിയില്ലല്ലോ എന്ന് പറഞ്ഞപ്പം അതിന് ചേച്ചി തെറ്റൊന്നും ചെയ്തിട്ടില്ലല്ലോ എന്ന് പറഞ്ഞു ഉണ്ണിക്കുട്ടൻ. അത് നമുക്കറിയാം, പക്ഷെ എല്ലാവരും അതങ്ങനെ വിശ്വസിക്കണമെന്നില്ലല്ലോ എന്ന് പറഞ്ഞപ്പം കണ്ട ശരീരം ഇന്ദ്രൻ്റേതല്ല എന്ന് ഉറപ്പിച്ചു. എന്ന് വെച്ച് ഈ കേസ് തീർന്നു എന്നുള്ളൊരു അർത്ഥമൊന്നുമില്ല എന്ന് നമ്മുടെ സേതു ഇങ്ങനെ പറയുക. ഇന്ദ്രൻ എവിടെ എന്നുള്ളത് കണ്ടുപിടിക്കണം, മുഴയിൽ ചാടി ഇന്ദ്രൻ എന്ത് സംഭവിച്ചു എന്നുള്ളത് കണ്ടുപിടിക്കണം എന്നൊക്കെ പറഞ്ഞപ്പോഴേക്കും ഇന്ദ്രൻ ചാടിയ ഒരു ഭാഗം കുറച്ച് ആഴമുള്ളതാണെന്നും അതുകൊണ്ട് എങ്ങനെയായി എന്നറിയില്ല എന്ന് മിത്തേട്ടൻ പറഞ്ഞപ്പോൾ അവൻ മരിച്ചു കാണുമെന്നാണോ നിങ്ങൾ പറയുന്നതെന്ന് ചോദിച്ചു സേതു. ഒരു പോറൽ പോലും അവൻ ഏറ്റിട്ടുണ്ടാവില്ല, അവൻ എവിടെയെങ്കിലും കാണും, അവനുണ്ട് ജീവനോടെ, അത് കണ്ടുപിടിക്കല ഇനി നമ്മുടെ ജോലി എന്ന് സേതു പറഞ്ഞപ്പോൾ നമ്മളെന്തിനാ കണ്ടുപിടിക്കുന്നത്, അതിനല്ലേ പോലീസ് ഉള്ളത് എന്ന് ഹരി ചോദിച്ചപ്പോൾ പോലീസിനെ മാത്രം ആശ്രയിച്ചിരുന്നാൽ അവിടെ ഇരിക്കലേ ഉണ്ടാവത്തുള്ളൂ എന്ന് പറയുക സേതുവെ. ഇതിപ്പോൾ നമ്മുടെ ആവശ്യമാണെന്ന് നമ്മൾ കണ്ടറിഞ്ഞ് ചെയ്യണമെന്നും പറഞ്ഞുകൊണ്ട് പറയാം, അവൻ്റെ കള്ളക്കളി പൊളിക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ അവനെ കണ്ടുപിടിക്കണമെങ്കിൽ നിസാര കളിയൊന്നും പോരാ, അവൻ്റെ അമ്മ വഴി തന്നെ ശ്രമിക്കണമെന്ന് നമ്മുടെ പല്ലവി പറയാം. അപ്പോഴേ ഇതിൻ്റെ നീക്കങ്ങൾ അറിയാനായിട്ട് പറ്റൂ എന്നും പറഞ്ഞു. അപ്പോൾ ശരിയാണെന്ന് ഇവർക്ക് മനസ്സിലായി. എന്തായാലും പേടിക്കേണ്ട ഘട്ടം അത് തൽക്കാലം കഴിഞ്ഞു എന്ന് സേതു പറയാം. ബാക്കി എന്ത് വേണമെന്ന് നമുക്ക് ആലോചിച്ചെടുത്ത് തീരുമാനിക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ ഇവരിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ദേ അവിടുന്ന് പൊന്നുമടത്തിൽ നിന്ന് കാറ് വരുന്നതും ആ കാറിൽ നിന്ന് അച്ചു ഇറങ്ങുന്നതും. അത് മിത്തേട്ട് കണ്ടിട്ട് അച്ചു അല്ലേ വരുന്നതെന്ന് ചോദിച്ചു. അപ്പോഴേക്കും അച്ചു ഭയങ്കര ചിരിയൊക്കെ ചിരിച്ചിങ്ങനെ കയറി വരുമോ, വലതുകാല് വെച്ച് ആ വീട്ടിലേക്ക് നമ്മുടെ അച്ചു ഇങ്ങനെ വന്ന് കയറും കേട്ടോ. അപ്പം അച്ചു അങ്ങനെ വന്ന് കയറിയപ്പോൾ എൻ്റെ ഊഹം തെറ്റിയില്ല, സ്റ്റേഷനിൽ നിന്ന് നേരെ ഇങ്ങോട്ട് തന്നെ വന്നല്ലേ എന്ന് ചോദിച്ചു അച്ചു പല്ലവിയോട്. വീട്ടിലേക്ക് വരാൻ ഒരു മടിയാ, വേറെ പോകാൻ സ്ഥലമൊന്നും ഇല്ലല്ലോ, അതാ പിന്നെ ഞാൻ ഇങ്ങോട്ട്. വീട്ടിലേക്ക് വരാൻ ചേച്ചി എന്തിനാ മടിക്കുന്നത്, അമ്മ പറഞ്ഞിട്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്, ഉടനെ കൂട്ടിക്കൊണ്ട് ചെല്ലാനും പറഞ്ഞു രണ്ടുപേരെയും എന്ന് നമ്മുടെ അച്ചു പറയുവാണ്. ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ പല്ലവി അമ്മയ്ക്കൊപ്പം അമ്മ പല്ലവിക്കൊപ്പം നിൽക്കുമെന്നു, ഇനിയിപ്പോൾ ഇന്ദ്രൻ എന്തെങ്കിലും പറ്റിയാലും അമ്മ പല്ലവിക്കൊപ്പം മാത്രമേ നിൽക്കുകയുള്ളൂ എന്നുള്ള കാര്യം പറയുവാണ് നേരം. മാധവമേനോൻ്റെ ഭാര്യയാണ് പൂർണിമാമ, അത് നമ്മൾ മറന്നു പോകരുതെന്ന് പറഞ്ഞപ്പോൾ ചേച്ചി വിഷമിക്കൊന്നും വേണ്ട, അറിഞ്ഞുകൊണ്ട് ഒരു തെറ്റും ചേച്ചി ചെയ്തിട്ടില്ലല്ലോ, പിന്നെന്താ പ്രശ്നം എന്ന് അച്ചു ചോദിച്ചു. അപ്പോഴും പല്ലവി അവിടെ നിന്ന് ഇങ്ങനെ കരയുക. അയ്യേ എന്തിനാ ചേച്ചി കരയുന്നേ, കരയേണ്ട ആവശ്യമൊന്നുമില്ല എന്നും പറഞ്ഞിങ്ങനെ അച്ചു പറഞ്ഞപ്പോൾ ഈ സ്നേഹം കണ്ടപ്പോൾ അറിയാതെ കണ്ണ് നിറഞ്ഞു പോയതാണെന്നും ഇതിനൊക്കെ ഞാൻ എങ്ങനെയാണ് പ്രത്യുപകാരം ചെയ്യേണ്ടതെന്ന് ചോദിച്ചപ്പം പ്രത്യുപകാരമൊക്കെ ഞങ്ങൾ ചെയ്യിച്ചോളാം, ആദ്യം ചേച്ചി വീട്ടിലേക്ക് വാ അല്ലേ സേതുവേട്ടാ, പിന്നല്ലാതെ വീട്ടിലേക്ക് പോവുക വേണ്ടതെന്ന് നമ്മുടെ സേതുവും പറഞ്ഞു. അപ്പോഴേക്കും പല്ലവി കണ്ണുനീരൊക്കെ തുടച്ചിങ്ങനെ നിൽക്കുക കേട്ടോ. ഈ സമയത്ത് നമ്മുടെ അച്ചു ഇങ്ങനെ അവരോട് 3 പേരോടും, അല്ല ഞാനിവിടെ ആദ്യമായിട്ട് വന്നിട്ട് ഒരു ചായ വേണമെന്ന് പോലും നിങ്ങളാരും ചോദിച്ചില്ലല്ലോ, അപ്പോൾ ഇവൻ ചോദിക്കാൻ വരുമായിരുന്നു അല്ലേടാ എന്ന് ചോദിച്ചു ഹരിയുടെ അടുത്തേക്ക് ചെല്ലുവാട്ടെ നിങ്ങൾ രണ്ടുപേരും, അച്ചു ഉണ്ണിക്കുട്ടനും അതുപോലെ തന്നെ നമ്മുടെ മിത്തുവേട്ടനും കൂടെ. അപ്പോഴേക്കും ഹരി ഞാനോ എന്നും പറഞ്ഞ് നിൽക്കുക. പിന്നെ അല്ലാതെ നീ ചോദിക്കണ്ടേ, നീ ചോദിച്ചു, അതെ എന്നും പറഞ്ഞ് ഇവരിങ്ങനെ നിൽക്കുന്നു. ഉണ്ണിക്കുട്ട എല്ലാവർക്കും ചായ എടുക്കുക, നല്ല ഉഗ്രം ചായ ആയിരിക്കണം, നിന്റെ കൂതറ ചായ എടുക്കരുത്, ഇന്ന് നല്ലൊരു ദിവസമാണെന്നൊക്കെ പറഞ്ഞപ്പോൾ ചേച്ചി ഒരു 5 മിനിറ്റ് ചായ ഇപ്പോൾ റെഡിയാക്കി കൊണ്ടുവരാവേ എന്ന് പറഞ്ഞ് ഉണ്ണിക്കുട്ടനകത്തേക്ക് പോയി. അപ്പോൾ എന്താ പറയുക ഞാനങ്ങോട്ട് എന്നൊക്കെ പറഞ്ഞു ഹരി എന്തെങ്കിലും ഉരുളുക. ആ സമയത്ത് നമ്മുടെ അച്ചു ഇങ്ങനെ പരിസരവും കാര്യങ്ങളൊക്കെ ഇങ്ങനെ നോക്കി ആസ്വദിച്ച് ഇങ്ങനെ അവിടെ നിൽക്കുക കേട്ടോ. അതെ പുറത്തൊരു ഓട്ടോ കിടപ്പുണ്ടല്ലോ, അത് ആരുടെ വണ്ടിയാന്ന് ചോദിച്ചപ്പം അത് നമ്മുടെ കമ്പനി വണ്ടി. കമ്പനി വണ്ടിയോ, അതിപ്പോൾ എടുത്തു, അത് കുറച്ച് ദിവസമായി. എന്താ, അല്ല അതെ എനിക്കിവിടെ അടുത്തൊരു തയ്യക്കട വരെ ഒന്ന് പോകണമായിരുന്നു എന്ന് അച്ചു പറയാം. ആ വണ്ടി ആരെങ്കിലും ഒന്ന് എടുത്തിരുന്നെങ്കിൽ എനിക്കൊന്ന് പോയിട്ട് വരായിരുന്നു എന്ന് അച്ചു. അത് കേട്ടപ്പം അതിപ്പോൾ ആരെടുക്കും എന്നും പറഞ്ഞിങ്ങനെ നിൽക്കുമ്പോഴാണ് ഹരി അവിടെ നിൽക്കുന്നത്. എടാ ഹരി എന്നും പറഞ്ഞ് വിളിച്ചു. നീ ഒന്ന് കൊണ്ടുപോയിട്ട് വരാൻ പറഞ്ഞു. അയ്യോ ഞാനോ, പിന്നെ ഞാൻ പോടാന്ന് സേതുവേട്ടൻ ചോദിച്ചു. അല്ല അതെന്താ ഹരിക്ക് ഡ്രൈവിംഗ് അറിയത്തില്ലേ എന്ന് ചോദിച്ചാൽ അച്ചു. അപ്പോൾ ഇവനല്ലേ ഇവിടെ ആസ്ഥാന ഡ്രൈവർ, അപ്പോൾ പിന്നെന്താ ഒരു മടി, ഞാൻ കൂടെ വരുന്നുണ്ടാണോ എന്ന് അച്ചു ചോദിച്ചപ്പം അയ്യോ അതല്ല ഞാൻ പിന്നെ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ നിന്ന് നമ്മുടെ ഹരി ഉരുളുമ്പം നീ ഇനി ഒന്നും പറയണ്ട, ഉണ്ണിക്കുട്ടൻ ഇപ്പോൾ ചായ ആയിട്ട് വരും, അതുകൊണ്ട് അതിന് മുമ്പ് നീ വേഗം കൊണ്ടുപോയിട്ട് വാ ചെല്ലടാന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പറഞ്ഞു വിടുക. അപ്പം ഞങ്ങൾ പോയിട്ട് വരാവേ എന്നും പറഞ്ഞുകൊണ്ട് രണ്ടുപേരും കൂടെ പോകാം. നമ്മുടെ അച്ചു മനഃപൂർവ്വം ഹരിയുടെ കൂടെ പോകാൻ വേണ്ടി ഇങ്ങനെ ഓരോ കാരണങ്ങൾ ഉണ്ടാക്കിയതാ. വാ വന്ന് വണ്ടിയിൽ കയറാൻ പറഞ്ഞു. പോയാലോ നമുക്ക് നച്ചു ചോദിച്ചു. പോകാമെന്ന് ഹരിയും പറഞ്ഞു. അങ്ങനെ രണ്ടുപേരും കൂടെ അവിടെ നിന്ന് പോവുക. അങ്ങനെ അവർ രണ്ടുപേരും കൂടെ അവിടെ നിന്ന് പോയി കഴിഞ്ഞപ്പോൾ താൻ വിഷമിക്കേണ്ട കാര്യമൊന്നും ഇല്ലടോ, എല്ലാം ശരിയാകും എന്ന് നമ്മുടെ സേതു
പല്ലവിയോട് പറയാം. ഈ സമയത്ത് അവർ രണ്ടുപേരും കൂടെ ഓട്ടോയിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. അച്ചു ആണെങ്കിൽ നമ്മുടെ ഹരിയെ തന്നെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക കേട്ടോ. ഹരിക്കാണെങ്കിൽ ആകെ ടെൻഷനായി തുടങ്ങി. അതെ, എനിക്ക് വഴി അറിഞ്ഞുകൂടാ കേട്ടോ എന്ന് ഹരി അന്നേരം പറഞ്ഞു. അപ്പോൾ എനിക്ക് അത്രയും പോലും അറിയില്ല നമ്മുടെ അച്ചു പറഞ്ഞു. അത് കേട്ടപ്പം അപ്പോൾ തയ്യക്കട അറിഞ്ഞൂടെ നമ്മുടെ ഹരി ചോദിച്ചു. ആ തയ്യക്കട, ഞാനോർത്തു ജീവിതത്തിൻ്റെ വഴിയായിരിക്കുന്നു. ജീവിതത്തിൻ്റെ വഴിയോ? ആ അതെ, ജീവിതത്തിൻ്റെ വഴി. നമ്മുടെ ജീവിതം എങ്ങോട്ട് പോകണമെന്ന് ദൈവം തീരുമാനിച്ചു വെച്ചിട്ടില്ലേ എന്ന് ചോദിച്ചു അച്ചു. അതിനൊരു വഴിയും നിശ്ചയിച്ചു തന്നിട്ടുണ്ട്. ആ വഴിയെ പറ്റിയാ ഞാൻ പറഞ്ഞത് എന്ന് പറഞ്ഞപ്പോൾ, ഇപ്പോൾ പോകേണ്ട റൂട്ട് പറഞ്ഞു തന്നാൽ മതി എന്ന് നമ്മുടെ ഹരി ഇങ്ങനെ അച്ഛനോട് പറഞ്ഞപ്പം, എനിക്ക് എവിടെ പോകണമെങ്കിലും ഹരി കൂട്ട് വരുമോ? അപ്പോൾ തയ്യക്കടയിൽ പോയാൽ പോരെ എന്ന് ഹരി ചോദിച്ചു കേട്ടോ. ഇപ്പോൾ എനിക്കത് മതി. അതെ, നാളെ ഒരിക്കൽ എനിക്കൊരാവശ്യം വന്നാൽ വരുമോ എൻ്റെ കൂടെ എന്ന് അച്ചു ചോദിച്ചു കേട്ടോ. അത് പിന്നെ അച്ചുവിൻ്റെ കല്യാണമൊക്കെ നടക്കാൻ പോവുമല്ലേ എന്നിങ്ങനെ നമ്മുടെ ഹരി ചോദിച്ചു. അത് കഴിഞ്ഞാൽ പിന്നെ എവിടെ പോവാനും ഭർത്താവും ഉണ്ടാവുമല്ലോ കൂടെ എന്നൊക്കെ ഇങ്ങനെ നമ്മൾ പറഞ്ഞപ്പം, ഭർത്താവ്, കല്യാണം, അത് രണ്ടും മാറ്റിവെക്കാം. അല്ലാതെ ചോദിക്കുകയാണെന്ന് ഹരി അങ്ങ് വിചാരിച്ചോ? കൂടെ വരുമോ ഹരി? അതിപ്പോൾ വഴി തെറ്റും. ഇല്ല ഹരി, തെറ്റായ വഴികളിലൂടെ ആയിരിക്കില്ല ഞാൻ ഹരിയെ കൊണ്ടുപോകുന്നത്. അയ്യോ അതല്ല, ഈ റോഡിൻ്റെ കാര്യമാണ് ഞാൻ പറഞ്ഞത് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞപ്പോൾ നമ്മുടെ അച്ചുവിന് ചിരി വരുന്നുണ്ട്. അതൊന്നും തെറ്റത്തില്ല എന്ന് അച്ചു ഇങ്ങനെ പറയാം. എനിക്ക് പോകേണ്ടയിടത്തേക്ക് തന്നെയാണ് ഓട്ടോ പോകുന്നത്, നേരെ പോട്ടെ നമ്മുടെ അച്ചു പറഞ്ഞു. ഹരി വണ്ടി ഓടിക്കുക. എന്നിട്ട് ഫസ്റ്റ് റൈറ്റ്, പിന്നെ ലെഫ്റ്റ്, പിന്നെ റൈറ്റ്. നിൽക്ക് പതുക്കെ പറഞ്ഞാൽ മതി, പതുക്കെ, ധൃതി ഒന്നുമില്ല. ഇവിടുന്ന് ഇപ്പം നേരെയല്ലേ എന്ന് ഹരി ചോദിച്ചു. അതെ എന്ന് അച്ചുവും പറഞ്ഞു. പിന്നെ റൈറ്റ്, പിന്നെ ലെഫ്റ്റ്, പിന്നെ റൈറ്റ്, അങ്ങനെയല്ലേ എന്ന് ചോദിച്ചപ്പം കറക്റ്റ് നമ്മുടെ അച്ചു. അങ്ങനെ പോയാൽ എനിക്ക് പോകേണ്ട സ്ഥലം എത്തും എന്ന് അച്ചു പറഞ്ഞു. അങ്ങനെ അവർ രണ്ടുപേരും കൂടെ പോവും. അച്ചു എന്തൊക്കെയോ ഇരുന്നിങ്ങനെ ചിന്തിച്ച് കൂട്ടും കേട്ടോ ഹരിയെ നോക്കിക്കൊണ്ട്. അപ്പോൾ അതെ, അച്ചു ഇങ്ങനെ ഓരോന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഹരിയോട് ചോദിച്ചു, ഹരി എന്താ എന്നോടൊന്നും മിണ്ടാത്തേന്ന്? അത് പിന്നെ ഡ്രൈവിങ്ങിനിടെ സംസാരിക്കാൻ പാടില്ല, അതുകൊണ്ടാണ് എന്ന് ഹരി. ആദ്യം തയ്യക്കട, പിന്നെ സംസാരം. ഓക്കെ, അങ്ങനെയാണോ? അങ്ങനെയാണെങ്കിൽ ആയിക്കോട്ടെ, നമുക്ക് പ്രശ്നമൊന്നുമില്ലേ എന്നും പറഞ്ഞുകൊണ്ട് അച്ചു ഇങ്ങനെ ഇരിക്കുന്നു. ഹരി വണ്ടി ഓടിച്ചുകൊണ്ട് പോണു. ഹരിയെ ഇങ്ങനെ വട്ടം കറിയിക്കൊണ്ടിരിക്കുക നമ്മുടെ അച്ചു. പറഞ്ഞു നമ്മുടെ അച്ചു പറഞ്ഞ സ്ഥലമെത്തി. ഹരി സ്ഥലമെത്തി, നിർത്തി ഇവിടെ മതിയെന്ന് പറഞ്ഞു. അപ്പോൾ ഇങ്ങനെ നോക്കുക നമ്മുടെ ഹരി. ഇവിടെ തയ്യക്കടയൊന്നും ഇല്ലല്ലോ. അപ്പോൾ ഹരി ഒന്നിങ്ങനെ ഇറങ്ങിക്കേന്നു. എനിക്ക് ഹരിയോട് സീരിയസ് ആയിട്ട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട് നമ്മുടെ അച്ചു പറയുക. എന്നും പറഞ്ഞ് ഹരി ഇരിക്കുക. ഈ കൊച്ചത് എന്തോന്നേ കാണിക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് പാവ ഹരി ഇങ്ങനെ ഇരിക്കുക. അപ്പോൾ ഹരി വാ എന്നും പറഞ്ഞ് അച്ചു അവിടെ നീട്ടി വിളിക്കുക. വന്നു എന്നും പറഞ്ഞ് ഹരി വണ്ടി നിർത്തിയിട്ടിട്ട് നേരെ അച്ചുവിൻ്റെ അടുത്തേക്ക് ഇരുന്നു. അച്ചു ആണെങ്കിൽ ഭയങ്കര പ്രിപ്പയർ ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ പേടിച്ച് വിറച്ച് ഇങ്ങനെ വന്ന് നമ്മുടെ ഹരി ഇങ്ങനെ നിൽക്കുമ്പോൾ ഒരാൾ സത്യത്തിൽ എത്ര പേരാണെന്ന് അറിയാവോ ഹരിക്ക്? ഒരാൾ എത്ര പേരാ? 3 പേരാണെന്ന് പറഞ്ഞു. 1 നമുക്ക് മാത്രം അറിയാവുന്ന ഒരാൾ, 2 മറ്റുള്ളവരുടെ മുന്നിൽ നമ്മൾ പ്രദർശിപ്പിക്കുന്ന ഒരാൾ, 3-മത്തേത് മറ്റുള്ളവരെ മനസ്സിലാക്കുന്ന ഒരാൾ. ഈ 3 പേരും പലപ്പോഴും 3 ആയിരിക്കും നമ്മുടെ അച്ചു പറയാം. എപ്പോഴാണോ അത് ഒന്നാവുന്നത് അപ്പോഴാണ് മഹാത്മാക്കൾ ജനിക്കുക. ഗാന്ധിയെയും ബുദ്ധനെയും പോലെയൊക്കെ. ഇതൊക്കെ എന്തിനിപ്പോൾ എന്നോട് പറയുന്നതെന്ന് നേരെ ഹരി ചോദിച്ചു അച്ചുവിനോട്. ഹരിയോടല്ലാതെ വേറെ ആരോടാ ഞാനിതൊക്കെ പറയണ്ടേ എന്ന് അച്ചു ചോദിച്ചു. ഹരിക്ക് ശ്വാസം മുട്ടാൻ തുടങ്ങി. ഞാൻ എവിടെ വിളിച്ചാലും കൂടെ വരുമോ എന്ന് ചോദിച്ചപ്പോൾ മറുപടിയൊന്നും എന്നോട് പറഞ്ഞില്ല. ഒഴിഞ്ഞു മാറിയില്ലേ എന്ന് ചോദിച്ചു. ഒഴിഞ്ഞു മാറുന്നത് ആണുങ്ങൾക്ക് ചേർന്ന പണിയാണോ? ഹരി ഒരാണല്ലേ, നല്ല തൻ്റെ ഇടത്തോടെ മറുപടി പറയണ്ടേ എന്ന് അച്ചു ചോദിച്ചപ്പം ഹരി പാപം പെട്ട് നിൽക്കുക കേട്ടോ. അത് പിന്നെ സേതുവേട്ടൻ്റെ പെങ്ങളാകുമ്പോൾ സേതുവേട്ടന് ഞാൻ പെങ്ങളാ, ശ്രീഹരിക്ക് ഞാൻ അങ്ങനെയൊന്നും അല്ലല്ലോ ആണോ എന്ന് ചോദിച്ചു. അത് പിന്നെ സേതുവേട്ടൻ്റെ പെങ്ങള് എൻ്റെയും പെങ്ങളല്ലേ, ശ്രീഹരിക്ക് ഒരിക്കലും എന്നെ പെങ്ങളായിട്ട് കാണാൻ പറ്റില്ല എന്ന് നമ്മുടെ അച്ചു പറഞ്ഞു. അപ്പോൾ എനിക്കൊന്നും ഇഷ്ടമല്ല അച്ചു എന്ന് ഹരി പറഞ്ഞപ്പോൾ, എൻ്റെ ശ്രീഹരി അടുത്തൊരു ദിവസം മറ്റൊരാളുടെ ഭാര്യയാകാൻ പോകുന്ന പെൺകുട്ടിയാണ് ഞാൻ. എന്നെപ്പോലെ ഒരു പെൺകുട്ടി ഒരിക്കലും ചിന്തിക്കുകയും പറയാനും ഒന്നും പാടില്ലാത്ത കാര്യങ്ങൾ എൻ്റെ മനസ്സിലേക്ക് ഓടി വരുന്നതെന്നും മനഃപൂർവ്വമല്ല, അതിങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണെന്ന് അച്ചു പറഞ്ഞു. ഞാൻ എന്ത് ചെയ്യും എന്ന് അച്ചു ഇങ്ങനെ ഹരിയോട് ചോദിക്കുക. ഹരി നിന്ന് വീർപ്പ് മുട്ടും കേട്ടോ പാപം. അപ്പോൾ നിഖിലിനെ കല്യാണം കഴിക്കാൻ എനിക്ക് തീരെ ഇഷ്ടമല്ല എന്ന് നമ്മുടെ അച്ചു ഇങ്ങനെ പറയുക. ഞാൻ ആഗ്രഹിക്കുന്ന ഒരാളെ അല്ല നിഖിൽ, എനിക്കിഷ്ടം ഹരിയെപ്പോലെ ഒരാളെയാണ് എന്നിങ്ങനെ പറഞ്ഞപ്പോഴേക്കും നമ്മുടെ ഹരി ഇങ്ങനെ ഞെട്ടി നിൽക്കുക കേട്ടോ. അങ്ങനെ അച്ചു അവസാനം ഹരിയോട് തൻ്റെ ഉള്ളിലെ ഇഷ്ടം പറഞ്ഞോട്ടെ ഞാൻ വലിയേട്ടനോട് എനിക്ക് ഹരിയെ ഇഷ്ടമാണെന്ന്. അത് കേട്ടപ്പോൾ ഹരി പാവം ഗ്യാസ് മൊത്തത്തിൽ പോയിട്ടോ. ഹരിയെ എനിക്ക് കെട്ടിച്ച് തരണമെന്ന് ഞാൻ പറഞ്ഞോട്ടെ എന്ന് ചോദിച്ചപ്പോൾ അതേ പാവ ഹരി മിണ്ടാട്ടം മുട്ടി ഇങ്ങനെ നിൽക്കുന്നിടത്ത് ഇന്നത്തെ നമ്മുടെ കഥ അവസാനിച്ചു കേട്ടോ. അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണണേ. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കാം കേട്ടോ. നന്ദി.